നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകുന്ന ഗൈഡൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. യൂണിവേഴ്സ് ഇന്ന് നിങ്ങൾക്ക് തരുന്ന ഗൈഡൻസ്. എയ്റ്റ് ഓഫ് കപ്സ് ആണ് ആദ്യം വന്നിരിക്കുന്നത്. കിങ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. ക്വീൻ ഓഫ് വാൻസ്, കിങ് ഓഫ് പെൻഡക്കിൾ, ത്രീ ഓഫ് പെൻഡക്കിൾസ്, ത്രീ ഓഫ് സോർഡ്സ്, സിക്സ് ഓഫ് കപ്സ്. ഇതാണ് ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന കാർഡുകൾ. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. എയ്റ്റ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ആദ്യമേ വന്നിട്ടുള്ളത്. ഇത് പറയുന്നത് പുതിയ വഴികൾ തേടി നിങ്ങൾ പോകുന്നു. അതായത് നിങ്ങൾക്ക് ഒരു ദുഃഖത്തിൽ നിന്നും ഒരു മാറ്റം സംഭവിച്ച് പുതിയ വഴികൾ തേടി പോകുന്നതായിട്ട് കാണുന്നത്. അതായത് നിങ്ങൾ നല്ല സമയത്തിലേക്ക് നടന്നെടുത്തുകൊണ്ടിരിക്കുന്നതാണ് പറയുന്നത്. ഇരുളിൽ നിന്നും പ്രകാശത്തിലേക്കുള്ളൊരു യാത്രയാണ് കാണുന്നത്. നിങ്ങൾക്ക് അനുയോജ്യമല്ലാത്ത ഒരു സാഹചര്യത്തിൽ നിന്ന് നടന്നകലുന്നതായിട്ട് കാണുന്നു. ചിലപ്പോൾ ഇപ്പോഴത്തെ നിങ്ങളുടെ സിറ്റുവേഷൻ ചിലപ്പോൾ പ്രൊഫഷണൽ ലൈഫിലോ അല്ലെങ്കിൽ പേഴ്സണൽ ലൈഫിലാണെങ്കിലും നിങ്ങൾക്ക് മാനസികമായി പൊരുത്തപ്പെട്ടു പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷനിൽ കൂടി കടന്നു പോകുന്ന ആളുകളാണെങ്കിൽ അതിൽ നിന്ന് മാറി പുതിയൊരു പാത തിരഞ്ഞെടുക്കുന്നതായിട്ടാണ് കാണുന്നത്. തിരസ്കരിക്കപ്പെടുന്ന അവസ്ഥയിൽ നിന്നും സ്വീകരിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് മാറുന്നുണ്ട്. ഒരു പ്രധാനപ്പെട്ട മാറ്റം നിങ്ങളുടെ ലൈഫിൽ ഇന്നത്തെ ദിവസം സംഭവിക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ ചിലപ്പോൾ ഒരു കംഫർട്ട് സോണിൽ ഇരുന്നിരുന്ന ആൾക്കാരാണെങ്കിൽ അതിനെ ഉപേക്ഷിച്ച് നിങ്ങൾ വേറൊരു മാർഗം കണ്ടെത്താൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നിങ്ങൾ ചെയ്തിട്ടിരിക്കുന്ന കാര്യം നിങ്ങൾക്ക് വളരെ കംഫർട്ടായിരിക്കാം. പക്ഷെ നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരു പ്രതിഫലവും ലഭിക്കാതെ, അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു റിസൾട്ട് ലഭിക്കാതെ, അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു അംഗീകാരം കിട്ടാതെയൊക്കെ പോയിരുന്ന ഒരു സിറ്റുവേഷനിൽ നിന്ന് മാറി പോവുകയാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ലൈഫ് പർപ്പസ് എന്താണെന്ന് കണ്ടെത്താൻ പറ്റിയിട്ടുണ്ടാവാം. അപ്പം നിങ്ങളത് അതിലേക്ക് നിങ്ങളുടെ വഴി മാറ്റി വിടുന്നതായിരിക്കാം. ഇത്ര നാൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യമല്ല ശരിക്കും നിങ്ങളുടെ ലൈഫിൽ ചെയ്യേണ്ടിയിരുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവാം. ആ സിറ്റുവേഷനെ മാറ്റിയിട്ട് പുതിയൊരു പാത, നിങ്ങളുടെ ലൈഫിൽ ഉള്ളൊരു ലൈഫ് പാത്ത് എന്താണെന്ന് കണ്ടുപിടിച്ച് അതിലേക്ക് പോകുന്നതായിട്ടും കാണുന്നുണ്ട്. എന്തായാലും പുതിയൊരു യാത്ര ആരംഭിക്കുകയാണ്. അതിനുള്ള എല്ലാ ധൈര്യവും നിങ്ങൾ സംഭരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. എന്ത് വെല്ലുവിളികളെയും ധൈര്യപൂർവ്വം നേരിട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. ഒരിക്കൽ മുന്നോട്ട് പോയാൽ അതിൽ നിന്ന് പിന്നെ തിരിഞ്ഞു വരാൻ നിങ്ങൾ ഒരിക്കലും ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ അതൊരു നല്ലൊരു മാറ്റമാണ്. പുതിയൊരു പാത എന്തായാലും നിങ്ങൾക്ക് മുന്നിൽ തുറന്നിരിക്കുന്നു. അതിലേക്ക് പോകാനായിട്ടാണ് യൂണിവേഴ്സ് ഗൈഡൻസ് തരുന്നത്. ത്രീ ഓഫ് സോർഡ്സിൻ്റെ ഒരു എനർജിയാണ് വന്നിരിക്കുന്നത്. ഈ ഒരു യാത്രയിൽ ചിലപ്പോൾ നിങ്ങൾക്കിത് ഇങ്ങനെ സംഭവിക്കുമ്പോൾ വൈകാരികമായിട്ട് ഒരുപാട് വേദനകൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകാമായിരിക്കാം. കാരണം അത്രയും നല്ലൊരു കംഫർട്ട് സോണിൽ ഇരുന്ന ആൾക്കാർ വളരെ വിഷമത്തോടെ ആയിരിക്കാം അവിടെ നിന്ന് യാത്ര പറയുന്നത്. അപ്പോൾ അത് കുറച്ച് വേദനാജനകമായ സാഹചര്യമാണെങ്കിലും അതിനെ നിങ്ങൾ തരണം ചെയ്തേ പറ്റും എന്നാണ് പറയുന്നത്. അത് കുറച്ച് നാളത്തേക്ക് ആ ഒരു പ്രശ്നം നിങ്ങളെ അലട്ടുകയുള്ളൂ. അത് കഴിയുമ്പോൾ നിങ്ങൾ ആ ഒരു പ്രശ്നം തരണം ചെയ്ത് മുന്നോട്ട് വരും എന്നാണ് പറയുന്നത്. ഒരു വേർപിരിയലാണ് ശരിക്കും ഇവിടെ കാണുന്നത്. പക്ഷെ ഇത് അധിക സമയം നീണ്ടു നിൽക്കുന്നില്ല. അതായത് കാർമേഘങ്ങൾ വന്ന്
മൂടി കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു മഴ പെയ്യും. മഴ പെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾക്ക് അതൊരു പ്ലസന്റ് കാലാവസ്ഥയിലേക്ക് പോകും. അതായത് നമുക്ക് വീണ്ടും സൂര്യൻ അതിനകത്ത് പ്രത്യക്ഷപ്പെടും. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. ജസ്റ്റ് ഒരു കാർമേഘം വന്ന് മഴ പെയ്ത് പോകുന്ന ഒരു സമയത്തേക്കുള്ള ഒരു വേദനയാണ് അനുഭവിക്കുന്നതെന്നാണ് പറയുന്നത്. എന്തായാലും ഈ ഒരു മാറ്റം നിങ്ങൾക്ക് കുറച്ച് വേദന തരുന്നുണ്ട്. പക്ഷെ അത് നിങ്ങൾക്ക് എത്രയും വേഗം തരണം ചെയ്ത് മുന്നോട്ട് പോയാൽ നല്ലൊരു പാതയിലേക്കാണ് നിങ്ങൾ നീങ്ങുന്നത്. അതുകൊണ്ട് ഇതൊരു വേദനയായി കണക്കാക്കേണ്ട ആവശ്യം ഇല്ല. 3 ഓഫ് പെന്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ഈ പുതിയ പാത തിരഞ്ഞെടുക്കുമ്പോൾ അതിന് കൂടുതൽ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ആരുടെ അടുത്തെങ്കിലും സ്വീകരിക്കുന്നുണ്ടാവാം. അല്ലെങ്കിൽ പുതിയ ഒരു കാര്യം പഠിക്കുന്നുണ്ടാവും. പുതിയൊരു പാത തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ പുതിയതായിട്ട് ഉള്ള കാര്യമാണെങ്കിൽ അതിനെക്കുറിച്ച് ചിലപ്പോൾ പഠിക്കുന്നുണ്ടാവും, ഗവേഷണം നടത്തുന്നുണ്ടാവും, ആലോചിക്കുന്നുണ്ടാവും, മറ്റുള്ള ആൾക്കാരുമായി ഡിസ്കസ് ചെയ്യുന്നുണ്ടാവാം. ചിലപ്പോൾ ഈ ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകളുമായിട്ടുള്ള ഒരു കോൺവെർസേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും. അതുപോലെ തന്നെ മറ്റുള്ളവരുമായി കൂടിച്ചേർന്ന് ചിലപ്പോൾ ചെയ്യാനായിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടാവും. ഒരു പാർട്ട്ണർഷിപ്പായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കൂടിച്ചേർന്ന് മറ്റുള്ളവരുമായി കൂടിച്ചേർന്ന് ചെയ്യുന്ന ഒരു കാര്യം പ്ലാൻ ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഇത് നിങ്ങളുടെ വളർച്ചയെയും വികസനത്തെയുമാണ് കാണിക്കുന്നത്. പുതിയ അവസരങ്ങൾ നിങ്ങൾക്ക് തേടി വരുന്നു, പുതിയ പാതകൾ തുറന്നു കിട്ടുന്നു, പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടി വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. അത് കുറച്ച് എന്താ കൂട്ടായ്മയോട് ചെയ്യുമ്പോൾ കൂടുതൽ സുഗമമായി മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും ഫ്രണ്ട്സോ കാര്യങ്ങളോ ഒക്കെ കൂടി നിന്നുണ്ട്, അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളിപ്പോൾ പുതിയതായിട്ട് തിരഞ്ഞെടുത്ത പാതയിൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട ആളുകളുടെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ സ്വീകരിച്ചുകൊണ്ടായിരിക്കാം നിങ്ങൾ ഇതിൽ മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്നത്. 6 ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. നമ്മൾ പഴയ സുഹൃത്തുക്കളെ കണ്ടുമുട്ടുകയോ അല്ലെ പഴയ കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മ വരികയോ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ഇതിനു മുന്നേ ചെയ്തിരുന്ന കാര്യത്തിലേക്കായിരിക്കും തിരിഞ്ഞു പോകുന്നത്. ഇപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വിട്ടിട്ട് നിങ്ങൾ പോകുന്നത് ഇതിനു മുന്നേ നിങ്ങൾ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ, ചിലപ്പോൾ ഇതിനു മുമ്പ് നിങ്ങൾ വർക്ക് ചെയ്ത ഓഫീസിലേക്ക് തിരിച്ചു പോകുന്നുണ്ടാവും, അല്ലെങ്കിൽ ആ ഒരു പ്രൊഫഷൻ നിങ്ങൾ ഇൻഡിവിജ്വലായിട്ട് ചെയ്യാൻ തീരുമാനിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ പഴയകാല സുഹൃത്തുക്കളോ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ഇതിനു മുമ്പ് വർക്ക് ചെയ്തിരുന്ന ആളുകളുടെയോ കൂടിച്ചേർന്നുകൊണ്ട് നിങ്ങൾ ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിക്കുന്നതായിട്ടും കാണുന്നത്. അതായത് ഭൂതകാലത്തിൽ നിന്നുള്ള ഒരു റിലേഷൻ ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ എന്തായാലും വരുന്നുണ്ട്. ആ ഒരു കാര്യവുമായി ബന്ധപ്പെട്ടാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. നിങ്ങൾക്കൊരു നൊസ്റ്റാൾജിക് ഫീലിംഗ് കിട്ടുന്നുണ്ട്. സന്തോഷകരമായ ഓർമ്മകൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും ജോലി ചെയ്തിരിക്കുന്ന ആളുകളാണെങ്കിൽ, വിദേശത്തോ അങ്ങനെയൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ തിരിച്ച് നിങ്ങൾ നാട്ടിലേക്ക് വന്ന് നാട്ടിൽ പുതിയൊരു കാര്യം സംരംഭം തുടങ്ങാനോ പുതിയ കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ഒരു ആലോചന നടത്തുന്നുണ്ടാവും. അപ്പോൾ അവിടെ ഇത്ര നാളും ചെയ്തിരുന്ന ഒരു ജോലി ഉപേക്ഷിച്ചിട്ട് ചിലപ്പോൾ നാട്ടിലേക്ക് വന്ന് നാട്ടിൽ പുതിയ കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ളൊരു തീരുമാനമായിരിക്കാം. എന്തായാലും നിങ്ങളൊരു നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു ഫേസും കൂടി അതിനകത്ത് വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. ക്യൂൻ ഓഫ് വാൻഡ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഒരു നേതൃത്വ സ്ഥാനം അല്ലെങ്കിൽ ഒരു പ്രൊഫഷണലായിട്ട് വളരെയധികം മുന്നേറാനായിട്ട് സാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു പ്രൊഫഷണൽ റോൾ നിങ്ങൾ കൈകാര്യം ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. വളരെ ആത്മവിശ്വാസവും ആത്മവിശ്വാസം ഉണ്ടാകുന്നതുകൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരുന്നുണ്ട്. ചില ആൾക്കാർ സ്വയം തൊഴിൽ കണ്ടെത്തുന്നതായിട്ട് കാണുന്നുണ്ട്. ഇത്ര നാളും ചിലപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ അതവിടെ ഉപേക്ഷിച്ചിട്ട് ഒരു സ്വയം തൊഴിൽ കണ്ടെത്തുന്നതായിട്ട് കാണുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ ഇഷ്ടപ്പെട്ട കാര്യം, നിങ്ങളുടെ പാഷൻ എന്താണോ അതിനെ നിങ്ങൾ ഫോളോ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ കുറേ നാളുകളായിട്ട് ആഗ്രഹിക്കുന്നുണ്ടാവും, എനിക്ക് ഇന്ന കാര്യം ചെയ്യാനാണ് ഇഷ്ടം, പക്ഷെ അതെൻ്റെ സാഹചര്യങ്ങൾ എന്നെ അനുവദിക്കുന്നില്ല എന്നുള്ളൊരു ചിന്തയിൽ കൂടി നിങ്ങൾ കടന്നു പോകുകയാണെങ്കിൽ ഈ സമയത്ത് നിങ്ങൾ ആ ഒരു കംഫർട്ട് സോൺ പൊട്ടിച്ച് നിങ്ങൾ നിങ്ങളുടെ പാഷനെ പിന്തുടരുന്നു, അല്ലെങ്കിൽ സ്വയം തൊഴിൽ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നത്. സ്വന്തം മനസ്സിനും ആത്മാവിനും ഇഷ്ടപ്പെട്ടൊരു കാര്യം ചെയ്യാനായിട്ട് നിങ്ങൾ തീരുമാനിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ളവരെ നയിക്കുവാനുള്ള ഒരു ഊർജവും കൂടി ഇതിനകത്ത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്നാണ് പറയുന്നത്. നിങ്ങൾ എന്ത് കാര്യം ചെയ്യുന്നുണ്ടെങ്കിലും അതിനൊരു മാജിക്കൽ എഫക്റ്റാണ് കിട്ടുന്നത്. നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും നല്ലൊരു മാജിക്കൽ എഫക്റ്റാണ് അതിനകത്ത് വരുന്നത്. നമ്മളിടുന്ന എഫേർട്ടിൻ്റെ ഒരു മടങ്ങ് റിസൾട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും വളരെ കൂടിയൊരു റിസൾട്ടിലേക്കാണ് നിങ്ങൾ പോകുന്നത്. ഒരു മാജിക്കൽ പവർ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ആന്തരിക ശക്തി
വളരെയധികം ഉപയോഗിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ കഴിവുകൾ പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ കഴിവിൽ നമുക്ക് വിശ്വസിക്കാൻ, നമ്മളിൽ തന്നെ നമുക്ക് വിശ്വസിക്കാനും നമ്മളിൽ തന്നെ നമുക്കൊരു കോൺഫിഡൻസ് തോന്നാനും ഒക്കെ പറ്റുന്ന ഒരു അവസ്ഥയാണ് ഇന്നത്തെ ദിവസം യൂണിവേഴ്സ് നിങ്ങൾക്ക് കൊണ്ടു തരുന്നതെന്നാണ് പറയുന്നത്. കിങ് ഓഫ് കപ്സിന്റെ എനർജിയാണ്. വളരെ സ്നേഹവും ആത്മാർത്ഥതയുമുള്ള ഒരു 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 പ്രവൃത്തിയായിരിക്കും നിങ്ങളിൽ നിന്നുണ്ടാവുന്നത്. നിങ്ങൾക്ക് മറ്റുള്ളവരോടും എന്ത് കാര്യത്തിനോടും ഒരു സ്നേഹവും ഒരു അഫെക്ഷനും തോന്നുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ നിങ്ങൾ നിങ്ങളുടെ ഭാവനകളെ കൂടുതലായിട്ട് ഉണർത്തുന്നതായിട്ട് കാണുന്നുണ്ട്. ദീർഘവീക്ഷണത്തോടെ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ എല്ലാ കാര്യങ്ങളും വളരെ ദീർഘവീക്ഷണത്തോടെയാണ് കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ടും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. നിങ്ങളെ ആളുകൾ അനുകരിക്കുന്നതായിട്ട് കാണുന്നു. അതായത് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ട് ആളുകൾ ആഗ്രഹിക്കുന്നു, അല്ലെ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയെ അനുകരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ ഒരു സ്നേഹവും പിന്തുണയും നിങ്ങൾക്ക് എല്ലാ കാര്യത്തിലും ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. എന്ത് വെല്ലുവിളികൾ വന്നാലും നിങ്ങളുടെ ഒരു ജ്ഞാനം, അതായത് നിങ്ങളുടെ ഒരു അറിവും കഴിവും ഉപയോഗിച്ച് അത് നേരിടാൻ പറ്റുന്നതായിട്ട് കാണുന്നു. മറ്റുള്ളവർക്കും മാർഗനിർദ്ദേശങ്ങളും പിന്തുണകളും ഒക്കെ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം കൊടുക്കാൻ പറ്റും. നിങ്ങൾ എന്താണോ ചെയ്യുന്നത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാനും കൂടി നിങ്ങൾ ഇന്നത്തെ ദിവസം ശ്രമിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ കിങ് ഓഫ് പെൻറ്റക്കിൾസും വന്നിട്ടുണ്ട്. ഇതിൽ സമ്പൽ സമൃദ്ധിയാണ് കാണിക്കുന്നത്. നിങ്ങൾ ചെയ്യുന്ന ബിസിനസ് അത് നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള പുരോഗതി കൈവരിക്കാനുള്ള എല്ലാ വഴിയും തുറന്നു തരുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ എങ്ങനെ പണം സമ്പാദിക്കാം എന്നുള്ള കാര്യത്തിൽ കുറിച്ച് മറ്റുള്ളവർക്കും ഒരു മാർഗനിർദ്ദേശം നൽകാൻ പറ്റുന്നതായിട്ട് കാണിക്കുന്നു. നല്ലൊരു വിജയം സാമ്പത്തികമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ ബിസിനസ്സിനുള്ള ഇത്രയും നാളത്തെ ഒരു അറിവും എക്സ്പീരിയൻസും വെച്ചുകൊണ്ട് നിങ്ങൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു. അത് നിങ്ങളെ വിജയത്തിലേക്ക് എത്തിക്കുന്നതെന്നാണ് പറയുന്നത്. അതുപോലെ നിങ്ങൾ ഇന്ന് നടത്തുന്ന ബിസിനസ് ഡിസ്കഷൻസ് ഒക്കെ നിങ്ങൾക്ക് അനുകൂലമായിട്ടാണ് സംഭവിക്കുന്നത്. എന്ത് ബിസിനസ് ഡിസ്കഷൻ നടത്തിയാലും അത് നിങ്ങൾക്ക് അനുകൂലമായിട്ടാണ് സംഭവിക്കുന്നത്. പ്രൊഫഷണൽ ലൈഫിലും സാമ്പത്തിക ലൈഫ് കാര്യങ്ങളിലും ഇന്നത്തെ ദിവസം സമ്പൂർണ്ണമായ വിജയം നിങ്ങളുടെ കൂടെ ആയിരിക്കും എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ദിവസം നമുക്ക് കിട്ടിയിരിക്കുന്ന റീഡിങ്സ്. വളരെ പോസിറ്റീവായിട്ടുള്ള റീഡിംഗ് ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് അട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റട്ടെ എന്ന് നമുക്ക് യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കാം. എൻ്റെ റീഡിംഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ എനിക്ക് നിങ്ങളുടെ എനർജി കറക്റ്റായിട്ട് ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ റെഫിനറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഒരു നല്ല ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.